പോക്കറ്റ് കൂടെ വെച്ച് നിങ്ങളെ അടുപ്പിച്ചേക്കാം. പോക്കറ്റ് അടിപ്പിക്കാൻ പഠിപ്പിക്കാം, പോക്കറ്റ് അടിക്കാൻ. ഇനി അതിൻ്റെ കുഴപ്പം വേണ്ട, പോക്കറ്റ് അടിക്കാൻ പഠിപ്പിക്കാൻ പോവാം. ഇത് ഈ തുണി നിങ്ങൾക്കറിയാവോ? ഇത് ചാനലിൻ്റെ സ്ട്രെയിറ്റ് പാൻ ചലഞ്ച് വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്ത്, കട്ടല്ല, നമ്മൾ എല്ലാം അടയാളപ്പെടുത്തി നല്ല വൃത്തിയായിട്ട് വെച്ചിരുന്നു. നമുക്കിന്നിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് തയ്ക്കണം. നമുക്ക് ആദ്യം ഇവിടെ നിന്നല്ലേ നമ്മൾ അളവെടുത്തേക്കുന്നേ. അപ്പോൾ ഈ ഭാഗം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. നമുക്ക് ഇതും കൂടെ കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കാം. നമുക്കിനിയും ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഒട്ടും തയ്യൽ തുമ്പിന് വേണ്ടി എക്സ്ട്രാ ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് വണ്ണമുണ്ട്. ഇനി നമുക്ക് 2 കട്ടിങ് കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പാൻറ്റുകളിലേക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, എൻ്റെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ തയ്യൽക്കാർ എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനല്ലേ, നിങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും ഇങ്ങനല്ലേ വെട്ടിയെടുക്കാൻ പോകുന്നേ അല്ലേ? നമ്മളോർക്കും ഇങ്ങനെ വെട്ടുന്നതല്ലേ ശരി. ഇങ്ങനല്ല വെട്ടേണ്ടത്. ഇവിടെ നിന്നൊരു സ്വല്പം ചെരിച്ച് 1 ഇഞ്ചോളം മാറ്റി ഇങ്ങനെ വേണം വെട്ടാൻ. അതെന്താണ് നിങ്ങൾക്ക് തുണി മടക്കുമ്പം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ ഒന്ന് ആർച്ച് ഷേപ്പിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് തയ്ക്കാം. ലെവലായിട്ട് തന്നെ പിടിച്ച് കണ്ടിക്കണേ, അല്ലേ നമ്മൾ മടക്കി തയ്ക്കുമ്പോഴൊക്കെ ചിലപ്പം തുറന്നിട്ട് കണ്ടിക്കാം. എങ്ങനെയുമല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നോക്കുന്നു, ഇതിൽ നമുക്ക് ഏതെങ്കിലും 2 പീസ് ബായ്ക്കായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ഇതും കൂടെ സെപ്പറേറ്റ് ചെയ്തേക്കാം. ഈ വശം കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണ്ടേ? മനസ്സിലായല്ലോ? ഇത് സൈഡായിരിക്കുമേ. സൈഡും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണേ, ഇവിടെ ഇങ്ങനെ കൂർത്ത് നിൽക്കല്ലേ. നമുക്ക് ഈ വരുന്ന ഈ ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ വളഞ്ഞങ്ങ് പോകണം. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ അങ്ങ് പോകണം. അതുകൊണ്ട് ഞാനൊരു സ്വല്പം വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 4 പീസിൽ 2 എണ്ണം നമുക്ക് ബായ്ക്കായിട്ട് പരിഗണിക്കാം. ഈ 2 പീസ് ബായ്ക്കാണ്. ഇത് ബായ്ക്കാണെന്ന് ഞാനൊന്ന് എഴുതി വെച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇതും ബായ്ക്ക് പീസാണ്, ഇതും ബായ്ക്ക് പീസാണ്. ഇതിന് പിന്നെ അകമ്പുറമൊന്നുമില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 പീസ് മാറ്റി. ഇനിയും നമുക്ക് 2 പീസുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണേ. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയയാണിത്. കണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ. ഈ ക്രോച്ച് ഏരിയയുടെ ഇവിടെ നമുക്ക് ഇത് രണ്ടും ഒരുപോലെ വെക്കണേ. ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു 2 ഇഞ്ച് നമുക്ക് അളന്നെടുക്കണം. എണ്ണി കൃത്യം 2 ഇഞ്ച് നമ്മൾ അളക്കുന്നു. 2 ഇഞ്ച് കണ്ടല്ലോ, ഇത് എത്രയാണ്? 2 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാൻറ്റിൻ്റെ ഇത് സൈഡ് വശമല്ലേ, അപ്പം നമുക്ക് ഈ 2-ൽ നിന്ന് കണ്ടല്ലോ, ഈ 2-ൽ നിന്ന് ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഒരു ലൈന് വരയ്ക്കാം. കണ്ടല്ലോ, സാധാരണ സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾ പലയിടത്തും വീഡിയോ കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതിന് മറക്കരുത്. സാധാരണ ബാക്ക് പാർട്ടൊക്കെ എടുത്ത് കളഞ്ഞ് നിങ്ങൾ കണ്ടോണ്ട്, ഇത് അങ്ങനല്ല. ഇതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചു, ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൽ നിന്നാണ് നമ്മൾ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്.
മാറിപ്പോകല്ലേ കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് വെച്ച് അടിക്കാൻ കാണിച്ചു തരുമോ ടീച്ചറേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോക്കറ്റൂടെ വെച്ച് നിങ്ങളെ അടുപ്പിച്ചേക്കാം. പോക്കറ്റ് അടിപ്പിക്കാൻ പഠിപ്പിക്കാം. പോക്കറ്റ് അടിക്കാൻ ഇനി അതിൻ്റെ കുഴപ്പം വേണ്ട, പോക്കറ്റ് അടിക്കാൻ പഠിപ്പിക്കാൻ പോവാം. ഇത് ഈ തുണി നിങ്ങൾക്കറിയാമോ? ഇത് എനിക്ക് 2.5 മീറ്റർ തുണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബാലൻസ് വന്ന തുണിയാണ് ഇത്. ഈ ബാലൻസ് വന്ന തുണിയുടെ അതിൽ നിന്നാണ് ഞാൻ പോക്കറ്റ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബാലൻസ് വന്ന തുണി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഐഡിയ കാണിച്ചു തരാം. ഈ തുണിയുടെ കട്ട് പീസുകൾ എടുത്താൽ ഇത് കണ്ടോ, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെവിടെ വന്ന് നിങ്ങൾ നോക്കിക്കേ, കാണിച്ചു തരാവേ. ഇതെവിടെ വന്ന് നോക്കിക്കേ, കാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ ഏറ്റവും അടിഭാഗം 8.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് 3.5 ഇങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ വെട്ടിയെടുത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടുന്നത് നിങ്ങൾ കണ്ടോ? തുണി കുറവുള്ളവർക്ക് 2 മീറ്ററൊക്കെ ഉള്ളവർക്ക് ഈ തുണിയേ കാണത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് ഏറിയും കുറഞ്ഞും നിങ്ങൾക്ക് നിൽക്കും. കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് പോക്കറ്റ് ഉണ്ടാക്കാം. കണ്ടല്ലോ, ഇങ്ങനെ 2 പീസ് നമുക്കുണ്ട്. ഇവിടെയുണ്ട്, അപ്പുറത്ത് വശത്തും ഉണ്ട്. ആ 2 പീസിൽ നിന്നും 2 പോക്കറ്റ് വേണേൽ ഉണ്ടാക്കാം. നമുക്കൊരു പോക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. 2 പോക്കറ്റിലൂടെ നമുക്ക് എന്നെ എടുക്കാനാണ്. അപ്പം ഞാൻ ഒരു പോക്കറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ഈ തുണി ഉപയോഗിക്കാം. എനിക്ക് ഈ തുണി ഉള്ളത് കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇനി ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ തുണിയില്ലേ, ഇത് 2 പീസാണ്. 2 പീസാണ്. സാധാരണ നിങ്ങൾക്ക് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ 2ആയിട്ടല്ലാതെ ഒറ്റ പീസ് കിട്ടും. ഇച്ചിരി വണ്ണം കുറഞ്ഞവർക്കൊക്കെ നമ്മൾ തയ്ക്കുന്നതെങ്കിലൊക്കെ നമുക്ക് ഒറ്റ പീസ് കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് പീസായി, നമുക്കൊരു വിഷയമൊന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിൽ മെഷീനല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഈ 2 പീസ് എടുത്തു. ഇതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വെട്ടിയിട്ടില്ല ഇതിൻ്റെ അളവ്. അപ്പോൾ ഇത് കൂട്ടി പിടിപ്പിക്കേണ്ട നിങ്ങൾ ഓർക്കണേ. ഇത് കണ്ടോ, 2 വലിപ്പത്തിലായിരിക്കുന്നത്. ഞാൻ ഒരുപോലെ വെക്കട്ടെ. ഒരുപോലെ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ വീതി 8 ഉണ്ട്. 8 ഉണ്ട്. ഇതിവിടെ കിടന്നോട്ടെ. കാരണം ഇവിടെ അടുപ്പ് വരും, ഇവിടെ ഞാൻ ഇച്ചിരി കയറ്റി അടിച്ചോളാം. ഒരു 1/2 ഇഞ്ച് കൂടുതൽ കയറ്റി അടിക്കും. ഇപ്പോൾ ഇത് ലെവൽ ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് പോകും. അതുകൊണ്ട് ഞാൻ ഇത് എത്രയാണെന്ന് നോക്കിക്കേ. മടക്കിയിട്ടാണെന്ന് ഓർക്കണേ, ഒരു തുണിയല്ല. മടക്കിയിട്ട് നിങ്ങൾ 7.5 മനസ്സിൽ കണക്കാക്കുക. 7.5 ഉണ്ട്. താഴേക്ക് നമുക്കൊരു 11.5 ഇഞ്ച് എടുക്കാം. ഇച്ചിരി നീളമുള്ള പോക്കറ്റ്, നമ്മുടെ ഇതൊക്കെ ഫോണൊക്കെ ഇടണ്ടേ. 11.5 ഇഞ്ച്. ഇതും അടിക്കുമ്പം കുറച്ച് കയറിപ്പോവും. അപ്പം 11.5 ഇഞ്ച് ഇറക്കവും 7.5 ഇഞ്ച് വീതിയും. മനസ്സിലായല്ലോ? ഇറക്കം നമ്മൾ എടുക്കുന്നത് 11.5 ഇഞ്ചും വീതി 7.5 പിന്നെയും പറയുന്നത് കേട്ടോ. എല്ലാവരും ഇത് തയ്ക്കാൻ ഒന്ന് ശ്രമിക്കണേ. അപ്പം നമുക്ക് പോക്കറ്റിനുള്ള ഒരു പോക്കറ്റിനുള്ള പീസ് കിട്ടി. നമുക്കിനി പതുക്കെ നമ്മുടെ തയ്യലിലേക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത പോക്കറ്റിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് അടിച്ചു വെക്കാം. പീസുകളെ എടുക്കുന്നു. ഇതേതാണ്? ഫ്രണ്ട് പീസ് അല്ലേ? നമുക്ക് ഫ്രണ്ട് പീസും തന്നെ അങ്ങ് എഴുതി വെച്ചേക്കാം, മാറിപ്പോകാതിരിക്കാൻ പോകുന്നത്. 2 ഫ്രണ്ട് പീസുകളുടെയും ഈ ക്രോച്ച് ഏരിയ യോജിപ്പിക്കാൻ പോവുക. ഈ ക്രോച്ച് ഏരിയ ഞാൻ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കഴിച്ചേക്കാം അല്ലേ? രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ. കാണിക്കാവേ. കണ്ടല്ലോ, 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തു. നമ്മളിനി ഇതിനെ തുറന്നു വെക്കുന്നു. ഇതല്ലേ നല്ല വശം ഒന്ന് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കുട്ടപ്പനാക്കി മൊത്തം വെക്കുന്നു. ഇനി നമ്മളിത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ബാക്ക് സൈഡ് എടുക്കുന്നു. ബാക്കിൻ്റെ 2 പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെയും ക്രോച്ച് ഏരിയ കൂട്ടി യോജിപ്പിക്കുന്നു. ക്രോച്ച് ഏരിയ കേട്ടോ, ബാക്ക് സൈഡാണേ.
ബാക്ക് പാർട്ട് തുറന്ന് അടുപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഇത് പതിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്തു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പണിയിലേക്ക് നിങ്ങളെ പോക്കറ്റ് അടിക്കാൻ പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ പോക്കറ്റടി വേണ്ടവർ ശ്രദ്ധിച്ചിരിക്കണം, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് വിടുക. നമുക്ക് ബാക്കി തയ്യൽ വരുമ്പം നോക്കിയാൽ മതി. നമുക്കൊന്ന് പഠിക്കണ്ടേ. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ആദ്യം റഫായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോക്കറ്റ് അടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ എടുത്ത് വെക്കുന്നു. ശ്രദ്ധിച്ചിരുന്നോണേ, നോക്കി. പണ്ട് പഠിപ്പിക്കുമ്പം കെമിസ്ട്രി പഠിപ്പിക്കുമ്പം പിള്ളേരെ ഇരുത്തുന്ന പോലെ ഞാൻ ഇരുത്തുക. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് എൻ്റെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട്. സംശയമുണ്ട്, ഇനിയൊന്ന് കാണിക്കാം. കണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ എടുത്തു വെച്ചു. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ എടുക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇത് എന്നാ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ പടിയടിക്കുന്നത് നമ്മളെങ്ങനെയാണ് പറഞ്ഞിരുന്നത്? നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ ആദ്യം മടക്കി അടിക്കും. മടക്കി അടിച്ചിട്ട് ഇത് ഇങ്ങനെ കാണിക്കാവേ. അര ഇഞ്ച് മടക്കി അടിച്ചിട്ട് നമ്മൾ ഇങ്ങനല്ലേ തയ്ക്കുന്നേ. ഇത്രയും നമുക്ക് വേണം, ഏറ്റവും മിനിമം നമുക്ക് ഇത്രയും വേണം. അവിടെ വെച്ച് നമുക്കൊരു അടയാളം കൊടുക്കാം. അടയാളം കണ്ടല്ലോ നിങ്ങൾ, ഈ അടയാളം ഇവിടെ നിൽക്കട്ടെ. ഇത് എത്ര ഇഞ്ചുണ്ടെന്ന് വേണേ നോക്കിയേ, നമുക്ക് നോക്കാം എത്ര ഇഞ്ചുണ്ടെന്നത്. മുകളിൽ നിന്ന് കൃത്യം 4 ഇഞ്ചുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, ഈ 4 ഇഞ്ചിൽ നമ്മളൊരു അടയാളം കൊടുക്കുന്നു. അത് അടയാളം നമുക്ക് നമ്മുടെ കാണുന്ന ഭാഗത്ത് തന്നെ കൊടുക്കാം. ഇവിടെ നല്ല വശത്താണ് നമ്മൾ അടയാളം കൊടുത്തേക്കുന്നത് കേട്ടല്ലോ. അവിടുന്ന് 1 ഇഞ്ചും കൂടെ നമുക്ക് താഴ്ത്തണം. 1 ഇഞ്ചും കൂടെ താഴ്ത്തി ഒരു മാർക്ക് കൊടുക്കുന്നു. ഇത്രയും വരെ നിങ്ങൾ കണ്ടല്ലോ. ആ മാർക്ക് അര ഇഞ്ച് വേണം. കൃത്യം ടേപ്പിനകത്ത് അര ഇഞ്ച് തന്നെ നോക്കി നമ്മൾ കൊടുക്കുന്നു. അര ഇഞ്ചിൽ ഇത് ശരിക്കും കനത്തിന് അടയാളപ്പെടുത്തി. ഇത്രയും വരെ പടി കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങാണ്. നമ്മളിപ്പോൾ കൈ ഇടണ്ടേ, നമുക്ക് കൈ ഫ്രീ ആയിട്ട് കൈ എടുക്കുകയും ചെയ്യണം. എന്തെങ്കിലും സാധനം ഇട്ടാൽ അതിന് നമുക്ക് മിനിമം ഒരു 5.5 ഇഞ്ച് വേണ്ടത്. ഒരു മിനിമം 5.5യും 6ഉം കൊടുക്കാം. 6 വേണേലും കൊടുക്കാം. 6 ഇട്ടാൽ 5.5 ധാരാളം മതി എന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി അല്ല തുറന്നു പോകുകയല്ലേ. അപ്പോൾ ഈ 5.5യുടെ ഇവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുത്തു. ഈ 5.5യിലും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? 5.5യിലും നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കൃത്യം അര ഇഞ്ച് വേണേ. അര ഇഞ്ച് മാർക്ക്. ഇത്രയും നമ്മൾ കിട്ടിയല്ലോ. 4 ഇഞ്ചിൽ ഒരടയാളം കൊടുത്തു. അവിടുന്ന് 1 ഇഞ്ച് താഴ്ത്തി അര ഇഞ്ചിൽ ഇങ്ങോട്ട് ഗ്യാപ്പിട്ട് അടയാളം കൊടുത്തു. ഇത് രണ്ടിനെയും കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അര ഇഞ്ച് വേണേ. ആ അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. എനിക്കിപ്പം അര ഇഞ്ചില്ല, കാരണം നല്ല കനത്തിനുള്ളത് കൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ സ്വല്പം കയറ്റി അടിക്കുവേ, തുള്ളി. അപ്പോൾ അര ഇഞ്ചിൽ ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ ഒരു അടയാളം കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ പോക്കറ്റ് എടുക്കാൻ പോവാം. നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു സൈഡ് കൂട്ടി അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഏതായിരിക്കും? ഇതിൻ്റെ നല്ല വശം നോക്കണേ. നല്ല വശം ഇതല്ലേ നല്ല വശം. അപ്പോൾ ഈ നല്ല വശം ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് വെക്കുന്നു. ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ, അതായത് ഈ മുകൾ വശം ഇത് 4 എടുത്തേക്കുന്നത് നിൽക്കണം. ബാക്കി താഴോട്ട് നമ്മളിങ്ങനെ ഇടുന്നു. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ താഴെ വരച്ച അതേ മാർക്ക് ഇതിൽ നമ്മൾ അടയാളപ്പെടുത്താൻ പോവുക. ഏതാണെന്നറിയാമല്ലോ? ഈ അകലം നമ്മൾ കൃത്യം തുറന്ന് നോക്കിയിട്ട് നമ്മൾ കൃത്യം വരയ്ക്കുക. അര ഇഞ്ച് ഇവിടെ വരച്ചു. അര ഇഞ്ച് ഇതുണ്ട്, ഉയർത്തി നോക്കിയിട്ട് അര ഇഞ്ച് കൃത്യം ഇവിടെയും വരച്ചു. ആ അര ഇഞ്ച് നമ്മളിവിടെയും വരയ്ക്കാൻ പോവാം. അതേ വരച്ച പോലെ തന്നെ അര ഇഞ്ച് നമ്മൾ ഈ തുണിയിലും പോക്കറ്റിൻ്റെ തുണിയിലും വരയ്ക്കുന്നു. കണ്ടല്ലോ? ഇത്രയും വരെ മനസ്സിലായോ? ഒന്നുകൂടെ കാണിക്കാവേ. ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കൂട്ടിയടിച്ച നല്ല വശം. കണ്ടല്ലോ? നല്ല വശം. അതിലോട്ട് തയ്ക്കാൻ പോകുന്ന പോക്കറ്റിൻ്റെ നല്ല വശം
ഫേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതിലോട്ട് മുമ്പ് നമ്മൾ അടയാളപ്പെടുത്തിയ 4 ഇഞ്ചിന് ഒരു വര കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് 1 ഇഞ്ച് താഴ്ത്തി നമ്മൾ വരച്ചതിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോവുക. അപ്പം എൻ്റെ കൂടെ നോക്കി ആദ്യം വീഡിയോ ഫുള്ളൊന്ന് കാണണം, സമയമെടുത്ത് കാണണം. ഫുള്ള് കണ്ടിട്ട് അനങ്ങാതിരുന്നിട്ട് നിങ്ങൾക്ക് വെട്ടുതുണി കഴിഞ്ഞ ദിവസം സാരി ബ്ലൗസ് തയ്ച്ചതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാർ തയ്ച്ചതിൻ്റെയൊക്കെ മിച്ചമുണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ചെറിയ ഒരെണ്ണം തന്നെ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നോക്കണം. എന്നിട്ട് എൻ്റെ കൂടെ വീണ്ടും നല്ല തുണിയെ തയ്ക്കുമ്പോൾ ഒന്നുകൂടെ നോക്കി പഠിച്ച് ചെയ്യണം കേട്ടോ. മിസ്റ്റേക്സൊക്കെ വരും ആദ്യം തയ്ക്കുന്നവർക്ക്. നമ്മൾ ആ കാണുന്ന അതേ ഷേപ്പിൽ ബ്രാക്കറ്റിൻ്റെ ഷേപ്പിൽ അടിച്ച് നിർത്താൻ പോവുക. കണ്ടല്ലോ, അത്രയും തയ്ച്ചു. ഇവിടുന്ന് അതേ മാർക്കിലത്തെ കൂടെ തന്നെ നമ്മൾ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി ഇങ്ങോട്ടും നമ്മൾ അടിക്കുക. അടുപ്പ് ഞാൻ കാണിക്കാവേ. ഞാൻ ഇച്ചിരി കരിമ്പച്ച, അതായത് തുണിയേക്കാളും ഇച്ചിരി ബ്ലാക്ക് കളറുള്ള നൂലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പിൽ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. നമ്മുടെ ഈ തയ്യലിൻ്റെ ഒരു 1/4 ഇഞ്ച് മാറി നമ്മളൊരു കട്ട് കൊടുക്കുന്നു. ഇത് കണ്ടോ, അത് ഫുൾ 1/2 ഇഞ്ചിനടുത്ത് വരെ കട്ട് ചെയ്യണമെന്നില്ല, തൊട്ടടുത്ത്. ഇത് കണ്ടോ, 1/4 ഇഞ്ചും അല്ല എന്നാൽ ഇത് കണ്ടോ, ഇത്രയും നമ്മൾ എവിടെ നോക്കി ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ കട്ട് ചെയ്തു. അതുപോലെ ഈ വശത്തും നമ്മൾ ഒരു കട്ട് ഇടുന്നു. കണ്ടോ നിങ്ങൾ കണ്ടല്ലോ, ഒന്നിവിടെ. നമ്മുടെ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ പോക്കറ്റിൻ്റെ പീസിനെ അകത്തേക്കിടുക. അകത്തോട്ടാക്കുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും നിങ്ങൾ നോക്കി ഇതിൻ്റെ ഷേപ്പ് നോക്കി. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊന്ന് പതിച്ചടിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് ശരിയായ രീതിയിലൊന്ന് പതിച്ചടിക്കണം. എങ്ങനെ പതിച്ചടിക്കുന്നത് ഞാൻ കാണിക്കാം. നമ്മളിനിയും നമ്മൾ തയ്ക്കുന്ന എവിടെ നോക്കിക്കോണേ. ഇങ്ങനെ ഒരു സ്വല്പം മുകളിൽ നിന്ന് വന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാറില്ലേ, ഇതിന് മുകളിലൂടെ തന്നെ തയ്ച്ച് നമുക്ക് എടുക്കാം. നോക്കിക്കോണേ, നമ്മളിങ്ങനെ നേരെ പിടിച്ച് ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണിയിലൂടെ ഒരടിപ്പടിച്ച് കുത്തി നിർത്തിയിട്ട് നമുക്ക് കറക്റ്റ് ഈ പോക്കറ്റ് മടക്കിയ ഇതേ കൂടെ തയ്ച്ചു വരാം. കണ്ടോ തയ്യൽ ഇങ്ങനെ തയ്ച്ചേക്കുന്നത് കണ്ടോ. ഇതേ കൂടെ വന്ന് ഇതിൻ്റെ അരികിലൂടെ അടിച്ച് ഈ അടിപ്പ് ഇവിടെ നിർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത്രയും മനസ്സിലായല്ലോ, ഇത്രയും പിടി കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാണിക്കാം. കാരണം അടുത്ത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്നതേ. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾ കണ്ടത്. ഈ പോക്കറ്റിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. പോക്കറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പം പോക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. പോക്കറ്റ് എങ്ങനെ, നല്ല വശമല്ലേ ഇത്. ഞാനിതും ഇങ്ങനെ തിരിച്ചിട്ടു, കാരണം ഇവിടുത്താണല്ലോ ചീത്ത വശം. ഇനി നമ്മുടെ പണി നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതായിരുന്നു, ഞാനത് പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക്. നമ്മുടെ പോക്കറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയല്ലല്ലോ നിൽക്കുന്ന പോക്കറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ഈ ഷേപ്പിൽ വേണം. ഇങ്ങനെ ആ പോക്കറ്റിൻ്റെ ഷേപ്പ് അല്ലേ, കണ്ടുണ്ടോ? ഇവിടെ വലിപ്പമുണ്ട്, ഇവിടെ വലിപ്പം കുറവായിരിക്കും. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ഒരു കേർവായിട്ട് നമുക്ക് വരയ്ക്കാം. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ ആദ്യം ഒന്ന് അടിച്ച് ക്ലോസ് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? ഈ പോക്കറ്റിൻ്റെ ഇത്രയും നമുക്ക് ക്ലോസ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. നോക്കിക്കോ. ഒന്നുകൂടെ അടിക്കണേ, പോക്കറ്റല്ലേ കീറിപ്പോകാനൊക്കെ
ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ അടിച്ചേക്കാം. അറിയാവോ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ടു, കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ. ഇത് നമ്മുടെ തുണിയുടെ നല്ല വശം, ഇത് നമ്മുടെ പോക്കറ്റ് അല്ലേ. നമ്മൾ പോക്കറ്റിൻ്റെ ഇത്രയും വരെ ചെയ്തു, ഇവിടെ കൂട്ടി അടിച്ചില്ലേ. ഇനി നമ്മൾ പോക്കറ്റിനെ എന്നാ നടക്കുന്നറിയോ, അകത്തോട്ടിട്ടു, കണ്ടല്ലോ. അകത്തോട്ടിട്ടപ്പോൾ ഇതെങ്ങനെ നിൽക്കുന്നു നിങ്ങൾ നോക്കിക്കേ. ഇവിടെ എങ്ങനെ നിൽക്കുന്നത് കണ്ടോ? നിങ്ങളിത് കണ്ണ് തുറന്ന് നോക്കിക്കേ. ഇത് കണ്ടോ? ഇത് നമ്മുടെ പോക്കറ്റിൻ്റെ അടിക്കാത്ത ഓപ്പണിങ് ഭാഗം, ഇത് നമ്മുടെ അടിച്ച് പിടിപ്പിച്ച ഭാഗം. അതേ നമ്മൾ മുമ്പ് വെച്ച പോലെ തന്നെ കൃത്യം അതേ അളവിൽ ഇങ്ങനെ ഈ പോക്കറ്റിൻ്റെ ഈ തുണിയിലോട്ട് വെക്കുന്നു. പക്ഷേ അടിയിലത്തെ ഒന്നും കയറി മുട്ടാതെ നോക്കണേ. ഇങ്ങനെ വെക്കുന്നു, കണ്ടോ? നമ്മൾ മുമ്പേ അടിച്ച ആ അതേ ബ്രാക്കറ്റ് ഷേപ്പിൽ വന്നില്ലേ? അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം, തെറ്റാതിരിക്കാൻ വേണ്ടി ഈ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം നമുക്ക്. കണ്ടോ? ഇങ്ങനെ അടുപ്പ് വരണം. ഇനി നമ്മൾ ഇതും ഇതോടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊരു സ്വല്പം കൂടുതൽ നിൽപ്പില്ലേ, അപ്പോൾ അവിടെ മുതൽ നമുക്ക് അടിച്ചു വരണം. ഇത് നിങ്ങൾ നോക്കുക, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് അടിച്ചു വരണം. ഇങ്ങോട്ടും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടിക്കണം. നമുക്ക് ചെയ്യാം, നോക്കിയിരുന്നോണേ. ഇത് നല്ല വശം. ഈ നല്ല വശം എടുത്ത് പോക്കറ്റിൻ്റെ അടിയിലത്തെ തുണിയിലൂടെ മുമ്പ് വെച്ച പോലെ തന്നെ ചേർത്ത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് മേളിൽ നിന്നൊരു 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ തയ്ച്ചു വരുന്നു. തയ്ക്കുമ്പോൾ ഈ അടുപ്പില്ലേ, പോക്കറ്റ് അടിച്ചേക്കുന്ന ഈ അടുപ്പിലോട്ട് കയറി മുട്ടരുത്. ഇത് ഓപ്പണായി കിടക്കണം, കണ്ടോ? ഇത് തുറന്ന് കിടക്കത്തക്ക രീതിയിൽ, എന്നാൽ ഒത്തിരി അകന്ന് പോകാതെ നമ്മൾ ചേർത്തങ്ങ് തയ്ക്കുന്നു. ഇതേ മുട്ടരുത്, ഇതിൻ്റെ പുറത്തൂടെ വെളിയിൽ. ആയി എൻ്റെ കാര്യം ഒരു അടുപ്പ് പോക്കറ്റിലോട്ട് കയറി, ഒരു അടുപ്പ് അതങ്ങ് അഴിച്ച് കളയട്ടെ. ഒറ്റ കാണി ഒന്നുകൂടെ കാണിക്കാവേ, നോക്കിക്കോണേ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും സംഭവിക്കാം. ഒന്നുകൂടെ അതേ കൂടെ തന്നെ അടിക്കുകയാണേ. ഞാൻ ചേർത്തടിച്ചതാണ്. ഇതേ കൊള്ളരുത്, എന്നാൽ തൊട്ടപ്പുറത്തൂടെ നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അടിക്കണേ. ഓക്കെ, അവിടെ വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം ഇവിടം വരെയും നമുക്ക് ഇതുണ്ട്, ഏതാ പോക്കറ്റിൻ്റെ ഒരു പീസുണ്ട്, കണ്ടോ? അതേപോലെ നമ്മൾ അടിച്ച് നിർത്തുന്നു. കാണിക്കട്ടെ, നമ്മുടെ പോക്കറ്റ് റെഡിയാണോ? കണ്ടോ? നമ്മുടെ പോക്കറ്റ് കൈയിടാവോ നോക്കണം. ഫ്രീ ആയിട്ട് ഒരു കൈപ്പത്തി നന്നായിട്ട് ഫ്രീ ആയിട്ട് കയറുമോ നോക്കണം. അപ്പം നമ്മുടെ പോക്കറ്റ് റെഡിയായി, കണ്ടല്ലോ. ഇവിടെ വൃത്തിയായില്ലേ? പണി തീർന്നു, പോക്കറ്റ് തീർന്നു. ഇനി എന്നാ ചെയ്യേണ്ടത് നമ്മൾ നോക്കിക്കേ. നമ്മുടെ ഫ്രണ്ട് പീസല്ലേ ഈ ഫ്രണ്ട്. എപ്പോഴും പോക്കറ്റ് നമ്മൾ കൈയിടുമ്പം എങ്ങോട്ടാണ്, മുൻവശത്തോട്ടില്ലേ കിടക്കണ്ടേ, അതോ ബാക്കിലേക്കാണോ? നമ്മുടെ ബാക്ക് ഭാഗത്തേക്കല്ലല്ലോ പോക്കറ്റ് പോകേണ്ടത്, ഫ്രണ്ടിലോട്ട് കിടക്കുന്ന ചുരിദാർ ഇത് ഈ പാൻറ്റിനൊക്കെ നല്ലത് കേട്ടോ. ബാക്കിലേക്ക് കിടക്കുന്നതിനൊക്കെ നല്ല ഫ്രണ്ടിലേക്കാണ്. അത് എങ്ങോട്ട് വേണം നിങ്ങൾ തീരുമാനിച്ചോണം. ഇത് ഫ്രണ്ടിലേക്ക് ഇടത്തക്ക രീതിയിൽ ഞാൻ അകത്തോട്ട് മടക്കി വെച്ചു, കണ്ടല്ലോ. അതനുസരിച്ചാണ് നമ്മൾ ഇത് പിടിപ്പിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത് പാർട്ടാണ്, നമ്മുടെ ബാക്ക്, കണ്ടല്ലോ. ഫ്രണ്ടിലേക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം നോക്കിയേ, നല്ല വശം നമ്മൾ പിടിപ്പിക്കാൻ പോവുക. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചു. ഇനി നമ്മളിത് രണ്ടും കൂടെ തമ്മിൽ യോജിപ്പിക്കാൻ പോവുക. യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഇവിടെ രണ്ടും നമ്മൾ സാധാരണ പോലെ തന്നെ ചേർത്ത് വെക്കുന്നു. ഇതും ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. അത്രയും ഒരു 1/2 ഇഞ്ച് അടിച്ചിങ്ങി വരാം. അപ്പം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അതിന് മുമ്പേ ഞാനൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയായിരുന്നു, അതൊന്ന് കാണിച്ചോട്ടെ. ഇത് ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചായിരുന്നു, ഈ അടുപ്പ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. എങ്കിലേ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടോ എങ്ങനെയാണ് നിൽക്കുന്നത്, കണ്ടോ? 1 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ച് വന്നു. ഇങ്ങനെ തയ്ച്ച് വരുമ്പം അടിച്ച് പിടിപ്പിക്കാൻ വരട്ടെ, നോക്കി നിന്നോണേ. നോക്കി നിന്നിട്ട് എവിടെയാണ് ഈ തയ്യൽ
ഈ പോക്കറ്റിൻ്റെ ഓപ്പണിങ് തുടങ്ങുന്നത് എവിടെയാണെന്ന് നോക്കണം. ആ കറക്റ്റ് സ്ഥാനത്ത് നമുക്കൊരു പോയിൻ്റ് എന്നതിലും പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. കൈ കൊണ്ട് തൊട്ട് നോക്കണേ എവിടെയാണ് ഈ പോക്കറ്റ് ആരംഭിക്കുന്നത്. ആരംഭിക്കുന്ന പൊസിഷനിൽ നമ്മളൊരു അടയാളം കൊടുക്കുന്നു. അടയാളം കൊടുത്തിട്ട് അവിടെ വരെ തയ്ച്ച് വരാം. ഇതാ ആ പോയിൻ്റ് അവിടെ കൊത്തി നിർത്തി. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ അടിച്ചു പോരുക. അടിച്ചു പോരുമ്പം ഇത് കണ്ടോ, പോക്കറ്റിൻ്റെ ആശാൻ കിടക്കുന്ന കണ്ടോ, അവനെ മാറ്റി വെച്ചോണേ. ഒരു കാരണവശാലും ഇതിനടിയിൽ പോക്കറ്റ് ഇങ്ങോട്ട് വരല്ലേ. ഒന്നുമില്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇതിനെ വിടുന്നു. ഈ തുണി മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപോലെ 1/2 ഇഞ്ച് വെച്ച് അടിച്ചു പോവുക. അടിച്ചു പോകുമ്പോൾ ഇത് കണ്ടോ, തൊട്ട് നോക്കിക്കേ, ഇത് കണ്ടോ, ഒരു നല്ല കട്ടിപ്പാട് നിങ്ങൾക്ക് കാണാമോ നോക്കി. ഇത് കണ്ടോ, ഇത് പോക്കറ്റിൻ്റെ വായ. അപ്പോൾ ആ വായയിൽ കയറ്റി അടിക്കാതെ തൊട്ടിപ്പുറത്തൂടെ നിങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് പെൻസിലോ വല്ലതും വെച്ച് വരയ്ക്കണം. എവിടം വരെ ഓപ്പണിംഗ് ഉണ്ടെന്ന് നോക്കി അവിടം വരെ നമ്മൾ ഇതിൽ അടുപ്പ് കയറാതെ അടിച്ചു വരണം. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇതൊക്കെ പുറകോട്ട് പൊക്കോട്ടെ. പോയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ വന്ന എവിടം വരെ ഉണ്ടെന്ന് നോക്കിയേ. അത് കറക്റ്റ് പൊസിഷനിലാണ് നിർത്തിയേക്കുന്നത്. ഇനി നമുക്ക് ഇത് അടിച്ചങ്ങ് പോകാം. ഈ അടുപ്പ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അടിച്ച് പോകാം. കാലിൻ്റെ അങ്ങോട്ട് നമ്മൾ അടിച്ചു പോവുകയാണേ. ഒത്തിരി വലിച്ചു പിടിക്കരുതേ. നമ്മൾ കാലിൻ്റെ താഴെ സ്ലിറ്റ് ഇട്ട് തയ്ക്കണോ അതോ അല്ലാതെ വേറൊരു ഫാഷനിൽ തയ്യലുണ്ട്. അത് രണ്ടിൽ ഏത് വേണം തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ തയ്ച്ച് നിർത്തുകയാണേ. ഇങ്ങനെ തയ്ച്ച് വരുമ്പം ചിലപ്പം ഇത് കണ്ടോ ഏറ്റക്കുറച്ചിലൊക്കെ വരാം. അതൊന്നും നമ്മുടെ തയ്യലിൻ്റെ മിസ്റ്റേക്ക് ഒന്നും ആണെന്ന് വിചാരിച്ചേക്കല്ലേ. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ നിർത്തുകയാണേ. തൽക്കാലം ഇവിടെ നിർത്തി ഒരടിപ്പൂടെ അടിക്കുക. കണ്ടോ നമ്മുടെ പോക്കറ്റ് കുട്ടനിരിക്കുന്ന കണ്ടോ. അവനെ പഴയ പോലെ തന്നെ ബാക്കിലേക്ക് വെച്ച് ഇതേ സെയിം അടുപ്പിലൂടെ അടിച്ചു പോരാം. നമ്മുടെ പോക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്, പോക്കറ്റ് ശരിയാണോ നമുക്ക് നോക്കണ്ടേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. നോക്കിക്കേ പോക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ മക്കളെ. ദേ കണ്ടോ, ഇത് കണ്ടോ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടോ? നോക്കിക്കേ നല്ല ഇത് അതിൻ്റെ മുകളിലൂടെ ഇതുണ്ട് നമ്മുടെ മാർക്കുള്ളതുകൊണ്ടാണ്. നല്ല വൃത്തികേടൊന്നും ഇല്ലല്ലോ, നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോക്കറ്റ് അടിച്ചിട്ട് നല്ലതാണെങ്കിൽ ഒരു ലൈക്കും തന്നേക്കണം, ഒരു കമൻറ്റും തന്നേക്കണം. ഓക്കേ.